പ്രിയമുള്ളവരെ, വചനജ്വാല 1009 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 5 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 5-ാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്ന് യൂദിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഹോളോ ഫർണസിന്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകൾ അടച്ച് ഗിരിശൃംഖൽ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോ ഫർണസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊവാബിലെ പ്രഭുക്കന്മാരെയും അമോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാനാന്യരെ, മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ്? ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്? പശ്ചിമ ദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ആഗിയോറിന്റെ ഉപദേശം. അമോന്യരുടെ നേതാവ് ആഗിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസന്റെ വാക്ക് കേട്ടാലും സമീപ മലമ്പ്രദേശത്തെ ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസൊപ്പൊട്ടോമിയയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്കറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുമ്പിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസൊപ്പൊട്ടാമിയയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന പ്രദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ വലിയ ഒരു സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ ഉപയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുൻപിൽ നിന്ന് അവരെ അട്ടിപ്പായിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോനിഫസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിൻഫ്രഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. 30-ാം വയസ്സിൽ പുരോഹിതനായി. സുവിശേഷ പ്രചോദനത്തിലേർപ്പെട്ട വിൻഫ്രഡ് 13 വർഷം ആർച്ച് ബിഷപ്പ് വില്ലേബ്രൻഡിനെ സഹായിച്ചു. പിൻഗാമിയാക്കുമെന്ന് പേടിച്ച് ജർമ്മനിയിലേക്ക് മടങ്ങി. മാർപ്പാപ്പ റോമായിലേക്ക് വിളിച്ച് ബോനിഫസ് എന്ന പേരിൽ മെത്രാനായി അഭിഷേചിച്ചു. 3 മാർപ്പാപ്പമാരുടെ കീഴിൽ പ്രവർത്തിച്ചു. സുവിശേഷ പ്രഘോഷങ്ങളിലൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തി. ഒരു പെന്തക്കോസ്തായുടെ തലേ ദിവസം മാമോദിസ സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനത്തിന് വന്നപ്പോൾ അവിശ്വാസിയായ അവിടെ വെച്ച് ഒരാൾ ബിഷപ്പിനെ ഉൾപ്പെടെ 52 പേരെ വധിച്ചു. വിശുദ്ധ ബോനിഫസിനെ ഒരുപാട്
ത്യാഗങ്ങൾ സഹിച്ച് രക്തസാക്ഷിത്വം മകുടം ചൂടിയ മെത്രാനായ വിശുദ്ധ ബോനിഫസിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം ഇദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിക്കാം.